പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ പൊന്നുതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ള വാത്സല്യമുള്ള ദൈവമക്കളെ, മശിഹായുടെ തിരുപ്പിറവിയെ ആചരിപ്പാൻ നാം ഒരുങ്ങുന്ന ഈ അനുഗ്രഹീതമായ നാളുകളിൽ മശിഹായുടെ തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ട ചില വിശിഷ്ട വ്യക്തിത്വങ്ങളും ആ വ്യക്തിത്വങ്ങൾ നമുക്ക് തരുന്ന വിലപ്പെട്ട സന്ദേശങ്ങളുമാണ് നാം ധ്യാനിക്കുന്നത്. തൊട്ടു മുമ്പ് വിശുദ്ധ കന്യകമറിയാം അമ്മയുടെ ജീവിതത്തിൽ നിന്നും ഭാഗ്യവാന്മാരായ ആട്ടിടയന്മാരുടെ ജീവിതത്തിൽ നിന്നുമായി ചില മനോഹരമായ സന്ദേശങ്ങൾ നാം കേട്ട് കഴിഞ്ഞല്ലോ. മശിഹായുടെ തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ വിസ്മരിച്ചുകൂടാനാകാത്ത മറ്റൊരു വ്യക്തിയാണ് ശിമയോൻ. ശിമയോൻ എന്ന പേരുള്ള ഭാഗ്യവാനായ മനുഷ്യൻ മശിഹായുടെ വരവിനായി കാത്തിരുന്ന മനുഷ്യനാണ്. ദൈവസന്നിധിയിൽ അദ്ദേഹം ദൈവാലയത്തിൽ താമസിച്ച് മശിഹായെ കണ്ടല്ലാതെ മരിക്കുകയില്ല എന്ന ഒരു വ്യക്തമായ കാഴ്ചപ്പാടോടെ കാത്തിരുന്നു. വയോവൃദ്ധനായി അങ്ങേയറ്റം പ്രായം ചെന്ന് ആ മനുഷ്യൻ ദൈവാലയത്തിൽ കാത്തിരുന്നു. കാത്തിരുന്നു. വേദപുസ്തക ചരിത്രത്തിൽ ഇല്ലാത്തതും ഈ ശിമയോനെക്കുറിച്ച് ഐതിഹ്യങ്ങളിൽ പറയുന്നതുമായ മനോഹരമായൊരു ചിന്തയുണ്ട്. ഈ ശിമയോൻ ഒരു എഴുത്തുകാരനായിരുന്നു. യെശയ്യാ പ്രവചനം പകർത്തി എഴുതുകയായിരുന്നു അദ്ദേഹം ഒരിക്കൽ. യെശയ്യാ പ്രവചനത്തിൽ മനോഹരമായി മശിഹായുടെ ജനനത്തെക്കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ടല്ലോ. കന്യക ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിക്കും. ഈ ഭാഗം വായിച്ച് അത് എഴുതുവാൻ തുനിഞ്ഞപ്പോൾ ശിമയോന് അത് സംശയമായി. അദ്ദേഹം തന്നോട് തന്നെ പറഞ്ഞു, ഇത് സംഭവ്യമല്ല. ഒരു സ്ത്രീ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, പക്ഷേ ഒരു കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കില്ല. ഗർഭിണിയായാൽ പിന്നെ അവൾ കന്യകയല്ല. ആ മനുഷ്യൻ്റെ ബുദ്ധിയിൽ അയാൾ ഇങ്ങനെ തന്നെ ചിന്തിച്ചു, സ്ത്രീ പുരുഷ സംയോഗത്തിലൂടെ അല്ലാതെ ഒരു ശിശു പിറക്കുക സാധ്യമല്ല. അദ്ദേഹം ആ ഭാഗം എഴുതിയില്ല. അത്രയും ഭാഗം വിട്ടിട്ട് ബാക്കി അദ്ദേഹം എഴുതി. അന്ന് ആ പുസ്തകം അവിടെ വെച്ചിട്ട് അയാൾ പോയി. പിറ്റേന്ന് രാവിലെ എഴുത്ത് തുടരുവാനായിട്ട് തൻ്റെ എഴുത്തുമുറിയിൽ വന്നപ്പോൾ അദ്ദേഹം നടുങ്ങിപ്പോയി. അദ്ദേഹം എഴുതാതെ വിട്ടിരുന്ന ഭാഗം എഴുതി പൂർത്തിയാക്കിയതായും അതിൻ്റെ അടിയിൽ വളരെ പ്രാധാന്യത്തോടെ അണ്ടർലൈൻ ചെയ്തിരുന്നതായും അദ്ദേഹം കണ്ടു അത്രേ. അപ്പോൾ ഇത് മറ്റാരോ വന്ന് എഴുതി ചേർത്തതാണ് എന്ന് അയാൾ വിചാരിച്ചു. താൻ എഴുതുന്ന മുറിയിൽ താനല്ലാതെ മറ്റാരും പ്രവേശിക്കാറില്ല. എന്നാൽ ഇത് എങ്ങനെ സംഭവിച്ചുവെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം അത് മായ്ച്ചു. കാരണം സംഭവ്യമല്ലാത്തൊരു കാര്യം എഴുതാൻ പറ്റില്ല. എന്നിട്ട് അയാൾ ബാക്കി കാര്യങ്ങൾ എഴുതി. അന്നും അയാൾ വാതിൽ പൂട്ടിപ്പോയി. ആരും അകത്ത് വരില്ല എന്ന് അയാൾ ഉറപ്പാക്കി. എന്നാൽ പിറ്റേന്ന് വന്നപ്പോൾ വീണ്ടും അയാൾ അമ്പരന്നു. ആ ഭാഗം വീണ്ടും ഫില്ല് ചെയ്തിരിക്കുന്നു. കന്യക ഗർഭിണിയായൊരു മകനെ പ്രസവിക്കും. വീണ്ടും അത് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിനാകെ സന്ദേഹമായി. അദ്ദേഹം എന്നാലും സംശയം വിട്ടില്ല. രണ്ടാം പ്രാവശ്യവും അത് മായ്ച്ചു. അന്നും എഴുത്ത് കഴിഞ്ഞാൽ പോകുമ്പോൾ കൂടുതൽ ബലവത്തായി ആ മുറി പൂട്ടി. മൂന്നാം ദിവസം രാവിലെ വന്ന അദ്ദേഹം ജിജ്ഞാസയോടെ പുസ്തകം വിടർത്തി നോക്കി. ഞെട്ടലോടെ കണ്ടു, അത് വീണ്ടും എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരു അശരീരി ശബ്ദം കേട്ടു എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ഈ അതിശ്രേഷ്ഠമായ പദ്ധതി നീ വിശ്വസിക്കായികയാൽ ഈ ശിശുവിനെ നിൻ്റെ കണ്ണ് കാണുന്നതുവരെ നീ മരണം കാണുകയില്ല എന്ന്. അതാണ് മശിഹായെ കാണുന്നതുവരെ മരണം കാണുകയില്ല എന്ന് ജീവിതത്തിൽ ഒരു വ്യക്തമായ ദർശനം ലഭിച്ചവനായ ഈ മനുഷ്യൻ കാത്തിരുന്നു എന്ന വചനം പഠിപ്പിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ശിമയോനെ സംബന്ധിച്ച് അവൻ കാത്തിരിപ്പിൻ്റെ ഒരു വലിയ പ്രതീകമാണ്. മശിഹ വന്ന് കാണുവോളം, ആ പൈതലിനെ കയ്യിലെടുക്കുവോളം, കന്യക ഗർഭം ധരിച്ച് പ്രസവിച്ച പൈതലിനെ കയ്യിലെടുക്കുവോളം ഈ ഭൗമലോകം വിട്ട് പോകയില്ല എന്ന് ഉള്ളറിഞ്ഞു കാത്തിരുന്ന ഒരു മനുഷ്യനാണ്. ഈ ശിശുവിനെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് ആനന്ദഘോഷം നടത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി ചോദിക്കുന്നുണ്ട്, നാഥ, ഇനി അടിയനെ വിടകൊള്ളാൻ അനുവദിച്ചാലും. അവൾ അതിൻ്റെ പിന്നിൽ ഈ സംഭവമുണ്ടെന്ന് തന്നെ വേണം നമ്മൾ വായിച്ചെടുക്കാൻ. എന്നാൽ ഇവിടെ നമുക്ക് അദ്ദേഹം വലിയൊരു സന്ദേശം തരുന്നുണ്ട്.
നമ്മുടെ നാഥനും നമ്മുടെ കർത്താവും നമ്മുടെ പ്രാണപ്രിയനും നമ്മുടെ മണവാളനുമായ നമ്മുടെ മശിഹ നമുക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. ഞാൻ വീണ്ടും വരും. വിശുദ്ധനായ ശിമിയോൻ ദൈവാലയത്തിൽ പാർത്ത് മശിഹാ തമ്പുരാനെ കൈകളിൽ താലോലിക്കുവാൻ കാത്തിരുന്നതുപോലെ കർത്താവിൻ്റെ മണവാട്ടി എന്ന നിലയിൽ മശിഹായുടെ മഹത്വ പ്രത്യക്ഷതയ്ക്കായി അവൻ്റെ പുനരാഗമനത്തിനായി തങ്ങളെ തന്നെ വിശുദ്ധിയോടെ ഒരുക്കി തങ്ങളെ തന്നെ ദൈവാലയ സമം പരിപാവനരാക്കി മശിഹായുടെ പുനരാഗമനത്തിനും മഹത്വ പ്രത്യക്ഷതയ്ക്കുമായി കാത്തിരിക്കാനുള്ള ഒരു വലിയ ആഹ്വാനം ശിമിയോൻ്റെ ഈ കാത്തിരിപ്പ് നമുക്ക് തരുന്നുണ്ട്. ഈ ക്രിസ്മസിൻ്റെ നാളുകളിൽ നമ്മൾ ധ്യാനിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ധ്യാന വിഷയമാണ് ഞാൻ കാത്തിരിക്കേണ്ടവനാണ്, ഞാൻ കാത്തിരിക്കേണ്ടവളാണ്. എൻ്റെ പ്രാണപ്രിയൻ, എനിക്ക് വിവാഹം നിശ്ചയിച്ചവൻ, വീടൊരുക്കിയിട്ട് വീണ്ടും വരാമെന്ന് വാഗ്ദത്തം ചെയ്തവൻ മടങ്ങി വരിക തന്നെ ചെയ്യും. ഞാൻ കാത്തിരിക്കുമെന്ന് ഉള്ളുറപ്പിച്ച് കാത്തിരിപ്പാനുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ അതിനുള്ളതായ ഒരു ഒരുക്കം നമ്മളിൽ ഉണ്ടാകണം. വീണ്ടും പ്രിയപ്പെട്ടവരെ, കാത്തിരിക്കുക മാത്രമല്ല, തൻ്റെ കൈകളിലേക്ക് ഈ ശിശുവിനെ കൊണ്ടുവന്ന് സമർപ്പണം ചെയ്തപ്പോൾ ഇരു കയ്യും നീട്ടി ഏറ്റുവാങ്ങി ആ മശിഹായെ സ്വീകരിച്ച് ആനന്ദം കൊള്ളുവാൻ ആ മനുഷ്യന് ഭാഗ്യമുണ്ടായി. നമുക്ക് നൽകപ്പെടുന്ന മശിഹായെ നാം സ്വീകരിക്കണം. ഓരോ വർഷവും ക്രിസ്മസ് കഴിയുമ്പോൾ വീണ്ടും വീണ്ടും മശിഹായെ നമുക്കൊരു പൈതലായി നൽകപ്പെടുകയാണ്. എന്നാൽ ആ ശിശുവിനെ സ്വീകരിപ്പാൻ, ഉള്ളിൽ സ്വീകരിപ്പാൻ, ഹൃദയത്തിൽ സ്വീകരിപ്പാൻ, ഏറ്റുവാങ്ങുവാൻ, അംഗീകരിപ്പാൻ, ആരാധിപ്പാൻ നമുക്ക് മനസ്സുണ്ടോ? യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവി ആഘോഷിക്കുന്നവരാണ് നമ്മൾ. മദ്യം വാങ്ങിയും കേക്ക് മുറിച്ചും മറ്റ് ഇലൂമിനേഷൻ ലൈറ്റുകൾ ചാർത്തിയും ഒരുപാട് ആഘോഷിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ അവനെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ഹൃദയത്തെ പരിപാവനമാക്കി പരിശുദ്ധമായ ഹൃദയത്തിലേക്ക് പരിപാവനനായ മശിഹായെ സ്വീകരിച്ച് അതെ പവിത്രതയോടെ സ്വീകരിച്ച് അവനെ ഹൃദയത്തിൽ സൂക്ഷിച്ച് ആരാധിപ്പാൻ നമുക്ക് കഴിയണം. ഇതാണ് ശിമിയോൻ തരുന്ന അതിമനോഹരമായ രണ്ടാമത്തെ ചിന്ത. കാത്തിരിപ്പ് മാത്രമല്ല, സ്വീകരിക്കണം. ഇപ്പോൾ സ്വീകരിച്ചാൽ പോരാ, പുനരാഗമനത്തിൽ വീണ്ടും വരാനിരിക്കുന്ന മഹത്വരാജാവായ മശിഹാ തമ്പുരാനെ എതിരേറ്റുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് അവനോടുകൂടെ സ്വർഗമണവറയിൽ ശാശ്വതമായ വാസത്തിന് വേണ്ടി ഒരുങ്ങാൻ കൂടെ ഈ കാത്തിരിപ്പ് നമുക്ക് ഇടവരുത്തണം. അതുകൊണ്ട് അവനെ ഏറ്റുവാങ്ങാൻ, അവനെ സ്വീകരിപ്പാനുള്ള ഒരുക്കമാണ് ഈ ശിമിയോൻ എന്ന പിതാവ് നമുക്ക് തരുന്നത്. വീണ്ടും മൂന്നാമത് അദ്ദേഹം തരുന്നത് മശിഹായെ കൈകളിൽ ലഭിച്ചപ്പോൾ അതുവരെയും ജീവിതത്തിൽ അനുഭവിക്കാത്ത ദിവ്യ സമാധാനം, ദൈവിക സമാധാനം അനുഭവിച്ചവനായി അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ട്, കർത്താവേ, ഞാനിനി യാത്രയ്ക്ക് ഒരുങ്ങട്ടെ. ഈ ലോകത്ത് ഇന്ന് ധാരാളം ആളുകൾക്ക് ജീവിതത്തിൽ ഇല്ലാത്ത അന്യമായിരിക്കുന്നൊരു സംഗതിയാണ് സമാധാനം. സമാധാനം തേടി അലയുന്ന ദൈവമക്കളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, സമാധാന പ്രഭുവിനെ നീ സ്വന്തമാക്കുക. ശിമിയോൻ കൈകളിലാണ് അവനെ സ്വീകരിച്ചതെങ്കിൽ നീ നിൻ്റെ നെഞ്ചകത്ത്, നിൻ്റെ ഹൃദയത്തിൽ അവനെ സ്വീകരിക്കുക. ലോകത്ത് ഏത് സാഹചര്യത്തിലൂടെ നീ കടന്നുപോയാലും നിൻ്റെ സമാധാന പ്രഭുവായവൻ നിനക്ക് സമാധാനം തരും. അങ്ങനെ യേശുവിനെ ഉള്ളിൽ സ്വീകരിച്ച് സമാധാനം അനുഭവിപ്പാനും സമാധാനത്തോടെ ജീവിപ്പാനും സമാധാനത്തോടെ ഭൗമലോകത്ത് നിന്ന് ആത്മലോകത്തിൻ്റെ നിത്യതയിലേക്ക് പ്രയാണം ചെയ്യുവാനും ശിമിയോൻ എന്ന ഭാഗ്യവാനായ മനുഷ്യൻ നമുക്ക് ആഹ്വാനം തരുന്നുണ്ട്. ഇസ്രായേലിൻ്റെ മഹത്വവും ജാതികളുടെ പ്രകാശവുമായവനിൽ അദ്ദേഹം ആനന്ദ നിർവൃതി കൊള്ളുന്നുണ്ട്. അദ്ദേഹം മനോഹരമായൊരു പാട്ട് പാടുന്നുണ്ട്. നീ ഇസ്രായേലിൻ്റെ മഹത്വമാണ്, നീ ജാതികളുടെ പ്രകാശമാണ് എന്ന് ആ ശിശുവിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലിൻ്റെ മഹത്വമായിരിക്കുമ്പോൾ തന്നെ ജാതികളുടെ പ്രകാശമായിരിക്കുന്നവൻ ലോകത്തുള്ള സകല ജാതിക്കും, സ്വന്തമായവർക്കും പുറത്തുള്ളവർക്കും, ആണിനും പെണ്ണിനും ബാലനും വൃദ്ധനും ഒരുപോലെ രക്ഷിതാവായവൻ, പ്രകാശമായവൻ, വീണ്ടെടുപ്പായവൻ, മോക്ഷമായവൻ, മഹത്വമായവൻ, മാനമായവൻ, മണവാളനായവൻ മശിഹ. ഈ മശിഹായെ ആ വിധത്തിൽ കീർത്തിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ഭാഗ്യമുണ്ടാകണം. ഇതൊരു വലിയ പ്രത്യാശയുള്ള ആൾക്ക് മാത്രമേ പാടുവാൻ കഴിയുകയുള്ളൂ. ഇന്ന് ലോകത്തെ ഭരിക്കുന്നത് പ്രത്യാശയല്ല, പലപ്പോഴും നിരാശയാണ്. ആശകൾ ഭൗമലോകത്തിനപ്പുറത്ത് നിത്യതയിലുള്ള ആശ്വാസത്തിലേക്ക് വളരുമ്പോഴാണത് പ്രത്യാശയായി മാറുന്നത്.
ആശകൾ ഭൗമലോകത്തെ അന്ധകാരത്തിൻ്റെ അടിത്തട്ടിലേക്കും ആശാഭംഗങ്ങളുടെ പരമ്പരയിലേക്കും വഴുതുമ്പോഴാണ് നിരാശയായി മാറുന്നത്. ആശകളെ പ്രത്യാശകളായി പരിണമിപ്പിക്കുകയാണ് ദൈവമക്കൾക്ക് വേണ്ടത്. ആശകൾ നിരാശകളിലേക്ക് കൂപ്പുകുത്തുകയല്ല വേണ്ടത്. ശിമിയോൻ എന്ന ഭാഗ്യവാനായ മനുഷ്യൻ നമ്മെ കേൾപ്പിച്ചതായ ചിന്തകൾ, അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവം നമുക്ക് തന്നതായ സാക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാമും ഏറ്റെടുക്കേണ്ടതുണ്ട്. മശിഹായിക്കായി കാത്തിരിക്കുക, മശിഹായെ സ്വീകരിക്കുക, മശിഹായെ ആരാധിക്കുക, മശിഹൈക സമാധാനം ഉൾക്കൊള്ളുക, അവനെ മഹത്വപ്പെടുത്തുക, അവനെ ആരാധിക്കുക. ഇതാണ് ശിമിയോൻ തരുന്ന മനോഹരമായ ചിന്തകൾ. ഇനിയും കർത്താവിൻ്റെ തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ട് നാലാമത് നമുക്ക് സന്ദേശങ്ങൾ തരുന്നത് വിദ്വാൻമാരുടെ കൂട്ടമാണ്. കിഴക്ക് നിന്നുള്ള വിദ്വാൻമാർ മശിഹായുടെ ജന്മനക്ഷത്രം കണ്ടിട്ട് അവനെ കാണുവാനായിട്ട് പുറപ്പെട്ടതായ സംഭവം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ദൈവമായ കർത്താവ് ആകാശത്ത് അവർക്കൊരടയാളം കാണിച്ചു കൊടുത്തു. രാജാതിരാജാവിൻ്റെ നക്ഷത്രം. അവർ ജ്യോതിശാസ്ത്രജ്ഞന്മാരായിരുന്നുവെന്നും ആകാശലക്ഷണങ്ങൾ നോക്കി അവർ പലതും മനസ്സിലാക്കിയിരുന്നുവെന്നും ദൈവമായ കർത്താവ് ലോകൈക രാജാവിൻ്റെ ജന്മനക്ഷത്രം അവർക്ക് കാണിച്ചു കൊടുത്തു. ആ നക്ഷത്രം നോക്കിയാണ് അവർ യാത്ര പുറപ്പെട്ടത്. ആ നക്ഷത്രമാണ് അവരെ വഴി കാണിച്ചത്. ഒരു കാര്യം തിരിച്ചറിയുക, വിദ്വാൻമാരുടെ ഈ ഒരു അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കർത്താവ് തൻ്റെ ജനതയ്ക്ക് നിരന്തരമായി അടയാളങ്ങൾ കൊടുക്കുന്നവനാണ്. അടയാളങ്ങൾ കൊടുക്കുക മാത്രമല്ല, അവരെ അടയാളങ്ങളിലൂടെ വഴി നടത്തുന്നവനാണ്. അടയാളങ്ങൾ കൊടുക്കുകയും അടയാളങ്ങളിലൂടെ വഴി നടത്തുകയും ചെയ്യുന്നവനെ അനുധാവനം ചെയ്യണം. നമുക്ക് കർത്താവ് അടയാളങ്ങളായി ഇപ്പോഴും പലതും തന്നുകൊണ്ടിരിക്കുന്നു. നമ്മെ വഴി കാണിക്കാൻ തൻ്റെ അനുഗ്രഹീതമായ വചനം നൽകിയിരിക്കുന്നു. സത്യവേദ പുസ്തകം, വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നതായ വഴികളിലൂടെയാണ് നമ്മൾ നടക്കേണ്ടത്. അതാണ് മോക്ഷത്തിലേക്കുള്ള മാർഗം. വിശുദ്ധിയിലൂടെ നടക്കണം, നേരിൻ്റെ വഴിയിലൂടെ നടക്കണം, സത്യത്തിൻ്റെ വഴിയിലൂടെ നടക്കണം, പരിപാവനമായ വഴിയിലൂടെ നടക്കണം, പ്രമാണങ്ങൾ അനുസരിച്ച് നടക്കണം, അത് പ്രവൃത്തിപഥത്തിലെത്തിച്ച് നടക്കണം. വഴിതെപ്പോകരുത്, വഴിതെറ്റരുത്, ദൈവസന്നിധി വിട്ട് മാറരുത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ വിദ്വാൻമാർക്ക് അബദ്ധം പറ്റി. അവർ രാജാവിനെ തേടി പുറപ്പെട്ടതുകൊണ്ട് നക്ഷത്രം കാണിച്ച വഴി അവർ തൽക്കാലത്തേക്ക് വിട്ട് രാജകൊട്ടാരത്തിൽ കയറി. ഇന്ന് നമ്മിൽ പലരും പലപ്പോഴും നമ്മുടെ ബുദ്ധിയുടെ പ്രമാണം ഉപയോഗിക്കുന്നു. അവിടെ ദൈവിക പദ്ധതിക്ക് കീഴടങ്ങി ദൈവം കൊടുത്ത അടയാളം നോക്കി ദൈവം കാണിച്ച വഴിയിലൂടെ സഞ്ചരിച്ച് ശിശുവിനെ ദർശിച്ച് ആനന്ദം കൊള്ളേണ്ടതിന് പകരം സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് രാജാവായി പിറന്നവൻ രാജകൊട്ടാരത്തിലല്ലേ പിറക്കുക എന്ന് സ്വയം ചോദിച്ച് രാജകൊട്ടാരത്തിൽ അവനെ തേടിച്ചെന്നു. ഇന്ന് നമ്മിൽ അനേകരും ഇതുപോലെ വഴിതെറ്റുന്നവരാണ്. അതൊരു വലിയ വിപത്തുണ്ടാക്കിയ പ്രിയപ്പെട്ടവരെ. വചനം പഠിക്കുമ്പോഴറിയാം, ഇസ്രായേലിൻ്റെ രാജാവായി പിറന്നവൻ എവിടെ എന്നാണ് അവർ ചെന്ന് അന്വേഷിക്കുന്നത്. ഇസ്രായേലിൽ അതുവരെ രാജാവായിട്ടാരും പിറന്നിട്ടില്ല. രാജകൊട്ടാരത്തിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ പിറന്നിട്ടുണ്ട്, പക്ഷേ രാജാവായിട്ടാരും പിറന്നിട്ടില്ല. ജനിച്ച കുഞ്ഞുങ്ങളിൽ ഒരാളെ പിന്നീട് രാജാവായി അഭിഷേകം ചെയ്യുകയായിരുന്നു. എന്നാൽ ഇവിടെ വിദ്വാൻമാർ അന്വേഷിക്കുന്നത് രാജാവായി പിറന്നവൻ എവിടെ എന്നാണ്. പിറവിയെടുക്കും മുമ്പ് അഭിഷേകം ചെയ്യപ്പെട്ടവനാണ് രാജാവായി പിറന്നവനാവുക. ഇത് കേട്ട് ഹെരോദാവും യെരൂശലേം മുഴുവനും നടുങ്ങി എന്നാണ് വായിക്കുന്നത്. വലിയ കലക്കവും കുലുക്കവും ഉണ്ടായി. എന്നാൽ ഇത് കേട്ടിട്ട് തൻ്റെ രാജസിംഹാസനത്തിന് ഇളക്കം തട്ടാൻ പോകുന്നു. താൻ രാജാവാക്കപ്പെട്ടതാണ്. ഇവിടെ ഇതാ രാജാവ് ജനിച്ചിരിക്കുന്നു. എങ്കിൽ പിന്നെ ആ രാജാവിനെ വളരാൻ അനുവദിക്കരുത്. ആ രാജാവിനെ വളരാൻ അനുവദിച്ചാൽ തൻ്റെ രാജാധികാരം കൈമോശം വരുമെന്ന് നനച്ച് ആ രാജാവിനെ, രാജാവായി പിറന്നവനെ കൊല്ലുവാനുള്ള ഗൂഢാലോചന നടത്തുകയാണ് പിന്നെ ഹെരോദാവ്. അവൻ എവിടെ പിറക്കുന്നുവെന്ന് ജ്ഞാനികളോട് ചോദിച്ചവൻ അറിയുന്നു. ബത്ലഹേമിലാണ് അവൻ്റെ പിറവി. പിന്നെ കുറുക്ക് വഴി തേടുകയാണ് ഹെരോദാവ്. നിങ്ങൾ പോയി അവനെ ദർശിക്കുക, എന്നിട്ട് ഇതുവഴി തന്നെ മടങ്ങി വന്ന് അവനെ എവിടെ കണ്ടു എന്ന് എന്നോട് പറയുക. എനിക്കും പോയി അവനെ നമസ്കരിക്കാനത്ര. സത്യമായിട്ടും ഹെരോദാവിന് പോയി അവനെ നമസ്കരിക്കുക എന്നൊരു ലക്ഷ്യമില്ല. ഹെരോദാവിന് പോയി അവനെ കൊല്ലുക എന്നൊരു ലക്ഷ്യമേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, വിദ്വാൻമാർ തിരികെ വന്നില്ല. ദൈവം അത് അനുവദിച്ചില്ല. അവരെ വഴിമാറ്റി വിട്ടു.
എന്നാൽ വിദ്വാൻമാർ തന്നെ കബളിപ്പിച്ചു എന്നറിഞ്ഞിട്ട് കോപാക്രാന്തനായ ഹെരോദാവ് ചെയ്തതൊരു സഹിക്കാൻ വയ്യാത്ത കടുങ്കൈയാണ്. ബെത്ലഹേമിലും പരിസരത്തുമുള്ള 2 വയസ്സിൽ താഴെ പ്രായമുള്ള മുഴുവൻ ആൺപൈതങ്ങളെയും വെട്ടിക്കളയാനുള്ള കൽപ്പന. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെന്ന് നിരപരാധികളായ മക്കൾ കൊല്ലപ്പെട്ടു. ആ കൊലപാതകത്തിന് മുഴുവൻ കാരണമായത് വിദ്വാൻമാർ ദൈവം കൊടുത്ത അടയാളവും ദൈവം കാണിച്ച വഴിയും വിട്ട് രാജകൊട്ടാരത്തിൽ തങ്ങളുടെ ബുദ്ധിയിൽ ആശ്രയിച്ച് രാജാവിനെ തേടിച്ചെന്നതാണ്. ഈ കാലഘട്ടത്തിൽ ഇതുപോലെ ബുദ്ധിയുടെ പ്രമാണത്തിൽ ആശ്രയിച്ച് ദൈവം കാണിച്ചു കൊടുത്ത വഴി വിട്ട് ദൈവം കൊടുത്ത അടയാളം വിട്ട് മാറി സഞ്ചരിക്കുന്ന പലതും തേടുന്ന പലരുമുണ്ട്. അതിന് കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതായിരിക്കും. മറ്റ് പലരുമായിരിക്കും ഒരുപക്ഷെ വില കൊടുക്കേണ്ടി വരുന്നത്. കർത്താവിൻ്റെ വഴി വിട്ട് കർത്താവിൻ്റെ അടയാളം വിട്ട് മാറി സഞ്ചരിക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ആ അബദ്ധമൊന്ന് തിരുത്താനുള്ള അവസരമാണിതെന്നറിയുക. ആകയാൽ ദൈവമക്കളെ വിവേകത്തോടെ വിചാരിപ്പാൻ നമുക്ക് ഭാഗ്യമുണ്ടാകട്ടെ. ഒരു ദൈവവൈതൽ ദർശനം വിട്ട് വഴിമാറിപ്പോയാൽ അത് എത്ര ഭയാനകവും എത്ര അപകടകരവുമാണെന്ന് ഈ ചിന്ത നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വീണ്ടും വിദ്വാൻമാരുടെ ജീവിതം നമുക്ക് മറ്റൊരു പാഠം കൂടെ തരുന്നുണ്ട്. അവരവിടെ ചെന്നു യേശുവിനെ രാജാവായി തന്നെ കണ്ടു. അവൻ്റെ രാജത്വത്തെ ബഹുമാനിക്കാൻ പൊന്നും അവൻ്റെ ദൈവത്വത്തെ ബഹുമാനിക്കാൻ മീറായും അവൻ്റെ മനുഷ്യത്വത്തെ ബഹുമാനിക്കാൻ കുന്തിരിക്കവും അവന് കാഴ്ചവെച്ചു എന്നാണ് പഠിപ്പിക്കുന്നത്. അവനെ എല്ലാ അർത്ഥത്തിലും അവർ ആദരിച്ചു. കാഴ്ചകളൊക്കെ അർപ്പിച്ച് ഈ രാജകുമാരനെ കണ്ട് ആനന്ദനിർവൃതി കൊണ്ട ഈ വിദ്വാൻമാർ ഉറങ്ങുമ്പോൾ മടങ്ങിപ്പോകുന്നത് വന്ന വഴിയിലൂടെ ആയിരിക്കരുതെന്ന് ദൈവദൂതൻ അവർക്ക് ദർശനം കൊടുത്തു. വന്ന വഴിയിലൂടെ മടങ്ങരുത് എന്ന് അവർക്ക് നിർദ്ദേശം കൊടുത്തു. കാരണം വന്ന വഴിയിലൂടെ നിങ്ങൾ മടങ്ങിയാൽ നിങ്ങൾ തിരികെ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ കയറേണ്ടി വരും. ഹെരോദാവിനോട് ശിശുവിനെ കണ്ടത് എവിടെ എന്ന് പറയേണ്ടി വരും. പറഞ്ഞാൽ നിങ്ങൾ പുറപ്പെട്ടിടത്ത് നിങ്ങൾ തിരികെ ചെല്ലും മുമ്പ് നിങ്ങൾ കണ്ടെത്തിയ ഈ രാജാവ് കൊല്ലപ്പെടും, രക്ഷിതാവ് കൊല്ലപ്പെടും. സംഭവിക്കരുത്. വിദ്വാൻമാർ വഴിമാറിപ്പോയി. ദൈവമക്കളെ വ്യക്തമായി വചനം പഠിപ്പിക്കുന്ന ഒരു പാഠം അതാണ്. നിങ്ങൾ കർത്താവിനെ കണ്ടുമുട്ടിയെങ്കിൽ, നിങ്ങൾ കർത്താവിനെ ആരാധിച്ചെങ്കിൽ, നിങ്ങൾ അവനെ സ്വീകരിച്ചെങ്കിൽ ദയവായി അവൻ കൊല്ലപ്പെടാവുന്ന വഴികളിലൂടെ നിങ്ങൾ പോകരുത്. അവനെ നിങ്ങൾക്ക് നഷ്ടപ്പെടാവുന്ന വഴികളിലൂടെ, അവനെ നിങ്ങൾക്ക് അന്യപ്പെടാവുന്ന വഴികളിലൂടെ, അവനെ വീണ്ടും പിടിച്ച് കുരിശിൽ തറയ്ക്കാവുന്ന വഴികളിലൂടെ, അഥവാ പാപത്തിൻ്റെ വഴികളിലൂടെ, മ്ലേച്ഛതകളുടെ വഴികളിലൂടെ, തിന്മയുടെ വഴികളിലൂടെ, നിങ്ങളുടെ പൂർവീക വഴികളിലൂടെ, നിങ്ങളുടെ അഹങ്കാരത്തിൻ്റെ വഴികളിലൂടെ, നിഗളത്തിൻ്റെ വഴികളിലൂടെ, മത്സരത്തിൻ്റെ വഴികളിലൂടെ, തിന്മയുടെ വഴികളിലൂടെ നിങ്ങൾ മടങ്ങിപ്പോകരുത്. ഇന്ന് ഒരുപാട് ആളുകൾ ഈ ക്രിസ്മസ് ആചരിച്ചിട്ട് ആ ക്രിസ്മസിൻ്റെ ദിവസം തന്നെ ആ പഴയ വഴിയിലേക്ക് മടങ്ങുകയാണ്. 25 ദിവസം നോമ്പെടുക്കുകയാണ്. ഈ നോമ്പിൻ്റെ നാളുകൾ വ്രതമാണ്. ആഹാരപാനീയങ്ങൾക്കൊക്കെ നിയന്ത്രണമുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഒരുപാട് വർധനവ് വന്നിട്ടുണ്ട്. ഭക്തിയുണ്ട്, ഒരുക്കമുണ്ട്. എല്ലാ അർത്ഥത്തിലും മശിഹായുടെ തിരുപ്പിറവിക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. എന്നാൽ പിറവി തിരുനാൾ ദിവസം എന്താണ് ചെയ്യുന്നത്? എത്രയധികം മദ്യപിക്കാമോ അത്രയധികം, എത്രയധികം ആർഭാടത്തിൽ മുങ്ങാമോ അത്രയധികം, ഏതൊക്കെ ആസ്വാദനങ്ങൾ മുഴുകാമോ അത്രത്തോളം. അന്ന് തന്നെ അരുതെന്ന് വിലക്കിയ വഴിയിലേക്ക് പോകുന്ന അപകടകരമായ പ്രയാണം. അത് പാടില്ല ദൈവമക്കളെ. നമ്മളിൽ ജീവിക്കുന്ന ക്രിസ്തുവിനെ വീണ്ടും കൊലയ്ക്ക് കൊടുക്കുന്ന, അവനെ അപകടപ്പെടുത്തുന്ന, അപായപ്പെടുത്തുന്ന ഒരു വഴിയല്ല നാം സ്വീകരിക്കേണ്ടത്. ആ വിദ്വാൻമാർ നമുക്ക് തന്ന പാഠമാണ്. അവർ വഴിമാറിപ്പോയി. നാം വഴിമാറി സഞ്ചരിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ഈ ക്രിസ്മസോടുകൂടെ എൻ്റെ ജീവിതത്തിൻ്റെ വഴി നിശ്ചയമായിട്ടും ഞാൻ മാറും. ക്രിസ്തു എന്നിൽ വന്നാൽ, ക്രിസ്തു എന്നിൽ ജനിച്ചാൽ, ക്രിസ്തു എന്നിൽ ജീവിച്ചാൽ പിന്നെ ഞാൻ പഴയ വഴിയിൽ നടന്നുകൂടാ. ഈ ക്രിസ്മസ് എൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തിരിവാണ്. ഞാൻ മറ്റൊരു മനുഷ്യനായി, മറ്റൊരു ഒരു പ്രത്യേക വഴിയിലൂടെ, തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേർതിരിക്കപ്പെട്ട വഴിയിലൂടെ, ദൈവത്തെ സ്വീകരിച്ചവർ നടക്കേണ്ട വഴിയിലൂടെ, ദൈവത്തെ ഉള്ളിൽ വഹിക്കുന്നവർ പോകേണ്ട വഴിയിലൂടെ ഞാനും പോകും. അങ്ങനെ ഞാൻ എന്നെ വേർതിരിക്കുന്നു, തീരുമാനമെടുക്കുന്നു എന്ന് പറയാൻ നമുക്ക് ഭാഗ്യമുണ്ടാകണം. ഇങ്ങനെ 2 മനോഹരമായ ചിന്തകളാണ് വിദ്വാൻമാർ തിരുജനനത്തോട് ബന്ധപ്പെട്ട് നമുക്ക് പകർന്നു തരുന്നത്. മശിഹായുടെ തിരുജനനവുമായി ബന്ധപ്പെട്ട് മറ്റൊരാൾ
ഒരു വനിതയാണ്, ഒരു മഹതിയായ സ്ത്രീ. അവരുടെ പേര് ഹന്ന എന്നാണ്. ഹന്ന എന്ന സ്ത്രീയെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നത് ഒരായുസ് മുഴുവനും കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കഴിച്ചു കൂട്ടിയവളെന്നാണ്. ദുഃഖസാഗരത്തിൽ നീന്തിക്കൊണ്ടിരുന്നവൾ. അവളുടെ ജീവിതം വളരെ നഷ്ടബോധങ്ങളുടെ അല്ലെങ്കിൽ നഷ്ടപരമ്പരകളുടെ ജീവിതമായിരുന്നു. വിവാഹം കഴിഞ്ഞേറെ നാൾ കഴിയും മുമ്പ് ഭർത്താവ് മരിച്ചുപോയി. ദീർഘവർഷങ്ങൾ പ്രാർത്ഥനയിലും ഉപവാസത്തിലും നിഷ്ഠയിലും വചനപഠനത്തിലും ആലയത്തിൽ തന്നെ കഴിച്ചു കൂട്ടിയവൾ ഒരു വിശുദ്ധ, കണ്ണുനീരിൻ്റെ വിശുദ്ധ, ഒറ്റപ്പെടലിൻ്റെ വിശുദ്ധ, ജീവിതത്തിൽ തിക്താനുഭവങ്ങളിലൂടെ തന്നെ സ്ഫുടം ചെയ്തെടുത്ത വിശുദ്ധ. ദൈവമക്കളെ, ഹന്ന എന്ന മാതാവ് നമുക്ക് തരുന്ന മനോഹരമായൊരു ചിന്തയുണ്ട്. ജീവിതത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ടവരാണോ? നഷ്ടപ്പെട്ടവരാണോ? ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോയവരാണോ? എല്ലാം നഷ്ടപ്പെട്ടു പോയവരാണോ? ദൈവസന്നിധിയിലേക്ക് മാറ്. ദൈവത്തെ മുറുകെ പിടിക്കുക. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഇരിക്കുക. ദൈവവചനം വായിച്ച് ധ്യാനിക്കുക. ദൈവത്തിന് മഹത്വം കരയട്ടെ. ലോകചിന്തകളും ലോകത്തിൻ്റെ ഇമ്പങ്ങളും ലോകത്തിൻ്റെ ഇംഗിതങ്ങളും വിട്ട് ദൈവസന്നിധിയിലേക്ക് ഏകാഗ്രതപ്പെടാമെങ്കിൽ കർത്താവിനെ കാണാനും കൈകളിലെടുക്കാനുമുള്ള ഭാഗ്യമുണ്ടാകും. ഈ വേർപാട് ഈ മാതാവ് നമുക്ക് തരികയാണ്. വിശുദ്ധിയുടെ താഴ്വരയിൽ തൻ്റെ ആയുസ് കഴിച്ചു കൂട്ടിയ ഭാഗ്യവതിയായ ഹന്ന അമ്മച്ചി. വിശുദ്ധിയുടെ താഴ്വരയിൽ ഞാനും എൻ്റെ ആയുസ് കഴിച്ചു കൂട്ടുമെന്ന് സ്വയത്തിലൊരു തീരുമാനമെടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് ഭാഗ്യമുണ്ടായെങ്കിൽ എത്ര നന്നായി. അവളുടെ എല്ലാ ദുഃഖത്തിൻ്റെയും പരിഹാരമായി മശിഹായെ കണ്ടു. ദൈവത്തെ സ്തുതിക്കുക മാത്രമല്ല, അവൾ വീണ്ടെടുപ്പുകാരൻ്റെ സാക്ഷിയായി തീർന്നു. ഒരു പ്രവാചകി എന്ന നിലയിലാണ് പിന്നീട് സംസാരിക്കുന്നത്. ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 36-38 വാക്യങ്ങളിൽ ഹന്ന മാതാവിൻ്റെ നാവിൽ നിന്ന് വരുന്നത് വലിയ പ്രവചന ശബ്ദങ്ങളാണ്. ദൈവസന്നിധിയിൽ തൻ്റെ തിക്താനുഭവങ്ങളുടെ നാളുകളിൽ തകർന്നു പോകാതെ, നിരാശപ്പെടാതെ, പ്രത്യാശയോടെ, വിശുദ്ധിയോടെ ഇരിക്കുന്നവർക്ക് പ്രവാചക തുല്യമായ ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് ഹന്ന മാതാവിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു. ആകയാൽ പ്രിയമുള്ളവരെ, ഈ വ്യക്തികളെല്ലാം ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്മസിൻ്റെ ഈ ഒരുക്ക നാളുകളിൽ വളരെ ഗഹനമായ, വളരെ മനോഹരമായ പാഠങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ നമ്മളെ പഠിപ്പിച്ച പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റെടുക്കാൻ ബാധ്യസ്ഥരാകണം. വിശുദ്ധ കന്യകാമർത്തമറിയാം അമ്മയുടെ ജീവിതത്തിൽ നിന്ന്, ഭാഗ്യവാന്മാരായ ആട്ടിടയന്മാരുടെ ജീവിതത്തിൽ നിന്ന്, അതുപോലെ തന്നെ വിദ്വാൻമാരുടെ ജീവിതത്തിൽ നിന്ന്, ഭാഗ്യവാനായ ശിമയോൻ്റെ ജീവിതത്തിൽ നിന്ന്, ഹന്ന മാതാവിൻ്റെ ജീവിതത്തിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയണം. കർത്താവായ യേശു മിശിഹായുടെ തിരുജനനം അവരെയൊക്കെ ഏതു വിധത്തിലാണ് സ്വാധീനിച്ചതെന്ന് നാം ഈ 2 പ്രാവശ്യങ്ങളിലായി കേട്ടല്ലോ. നമ്മളെ കർത്താവിൻ്റെ തിരുപ്പിറവി ഈ ക്രിസ്മസിൽ എങ്ങനെ സ്വാധീനിക്കാൻ പോകുന്നു? വിശുദ്ധ കന്യകാമർത്തമറിയാം അമ്മയെപ്പോലെ ശരിയായൊരു സമർപ്പണം നമുക്കുണ്ടോ? ആട്ടിടയന്മാരെ പോലെ തികഞ്ഞ വിശ്വാസവും സാക്ഷ്യവും നമ്മുടെ ജീവിതത്തിലുണ്ടോ? ശിമയോൻ എന്ന ഭാഗ്യവാനായ മനുഷ്യനെ പോലെ കർത്താവിനെ സ്വീകരിപ്പാനുള്ള ഒരു ഒരുക്കം നമ്മുടെ ജീവിതത്തിലുണ്ടോ? വിദ്വാൻമാരെ പോലെ കർത്താവിനെ തേടി പുറപ്പെടാനും അവനെ കണ്ട ശേഷം വഴിമാറി സഞ്ചരിക്കാനുമുള്ള ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഹന്ന മാതാവിനെ പോലെ ഒരു വിശുദ്ധിയും ഒരു പ്രവാചകതുല്യമായ കാത്തിരിപ്പും ഒരുക്കവുമൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മുടെ ജീവിതത്തെ അടിമുടി പരിശോധന കഴിക്കുന്ന സർവ്വവല്ലഭനായ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നമ്മെ തന്നെ സമർപ്പണം ചെയ്യുവാൻ ഈ ക്രിസ്മസിൻ്റെ ഒരുക്ക നാളുകളിൽ നമുക്ക് കഴിയട്ടെ. വാസ്തവമായിട്ട് നാം ഇങ്ങനെ ആഗ്രഹിക്കണം. ഞാൻ ഈ കേട്ടതുപോലെയൊക്കെ ഒരുങ്ങുകയാണ്. ഈ ആണ്ടിൽ യേശു പിറക്കുന്നത് എൻ്റെ ഉള്ളത്തിലാണ്. ഞാനതിനെ പുൽക്കൂട് പോലെ പരിപാവനമാക്കും. ഇനി ഞാൻ വഴിമാറിയേ സഞ്ചരിക്കുകയുള്ളൂ. തിന്മയുടെ പാതയിൽ നടക്കില്ല. വിശുദ്ധി ഞാൻ സൂക്ഷിക്കും. സമർപ്പണമുണ്ടാകും. വിശ്വാസധീരതയുണ്ടാകും. ക്രിസ്തുവിൻ്റെ സാക്ഷിയാകുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. അതിന് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും കർത്താവ് യേശു മിശിഹായുടെ തിരുപ്പിറവിയുടെ ആശംസകൾ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു വാക്കുകൂടെ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീത നാളിൽ ഞങ്ങളെ കേൾപ്പിച്ച ഈ അനുഗ്രഹീതമായ സന്ദേശത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കേൾപ്പിച്ച ദൂത് ഹൃദയത്തിൽ സ്വാംശീകരിച്ചു അതിന് പ്രകാരം ജീവിതത്തെ ചിട്ടപ്പെടുത്തി വിശുദ്ധിയോടെ, ഭക്തിയോടെ, ആത്മനിറവോടെ, കർത്താവെ വിശ്വാസ സ്ഥിരതയോടെ നിന്നെ സാക്ഷിക്കുന്നവരായി
നിന്നെ ഉയർത്തുന്നവരായി, നിന്നെ അന്വേഷിക്കുന്നവരായി, നിന്നെ കണ്ടുമുട്ടുന്നവരായി, കണ്ടുമുട്ടിയ ശേഷം വഴിമാറി സഞ്ചരിക്കുന്നവരായി. കർത്താവായ ദൈവമേ, ജീവിതത്തിലെല്ലാ നന്മകളും അനുഭവിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരുമാറാകണം. ഈ ക്രിസ്മസ് ഞങ്ങളുടെ ജീവിതത്തിലൊരു പുതുക്കമായി, ഏറ്റവും നവീനമായൊരു അനുഭവമായി അവിടം തീർക്കണമേ. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. ദൂരെ ദൂരെ മിന്നിത്തെന്നും താരങ്ങൾ കേൾക്കുന്നിതാ, ദൂരെ ദൂരെ വാനിൽ നിന്നും ഗീതങ്ങൾ. മഞ്ഞണിയുന്ന ഈ സുദിനം മാനവരക്ഷകൻ പിറന്ന ദിനം. മഞ്ഞണിയുന്ന ഈ സുദിനം മാനവരക്ഷകൻ പിറന്ന ദിനം. ഒന്നായി ഒന്നായി ചേർന്നിടാം, ആമോദത്തോടൊന്നായി പാടിടാം. ഒന്നായി ഒന്നായി ചേർന്നിടാം, ആമോദത്തോടൊന്നായി